ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മസാല ദോശ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മസാല ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ദോശേൻ്റെ മാവൊക്കെ ഇവിടെ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല ഇതിൽ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം അറിയാവുന്നതാണ്. ഇനി നമ്മൾ മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ വലിയ 2 ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. അപ്പൊ കടുകെല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 വറ്റൽമുളക് ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഉഴുന്നുപരിപ്പൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളകാണ് ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 തണ്ട് കറിവേപ്പില. അപ്പൊ നമ്മൾ 2 വലിയ ഉരുളക്കിഴങ്ങല്ല ചേർത്തത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് 4 വലിയ സവാളയാണ് ചേർക്കുന്നത്. ചെറുതായി അരിഞ്ഞ സവാളയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്ത് 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളൊക്കെ ഇതേമാതിരി വാടി വന്നിട്ടുണ്ട്. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേമാതിരി വാടി വന്നാൽ മതി. നമ്മൾ ഇതിലേക്ക് പൊടികൾ അധികമൊന്നും ചേർക്കാനില്ല. ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. നമ്മളെ മഞ്ഞൾപ്പൊടിന്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ മസാല എല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തിക്കോട്ടെ. നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണ് നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് മൊത്തത്തിലൊരു പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല ദോശയുടെ മസാല മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട്, മല്ലിയില നമുക്ക് കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നതിന്റെ ഒപ്പം നമ്മൾ കഷ്ണം ബീട്രൂട്ടും കൂടി വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിനൊക്കെ കിട്ടുന്ന അതേ മസാലയാവും. ഒരു റോസ് കളർ മസാലയായി മാറും നമ്മളെ മസാല. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇത്രേ പണിയുള്ളൂ. നമ്മളെ മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പൊ നമുക്കിത് അടച്ചു വെച്ച് മാറ്റി വെക്കാം. അപ്പൊ നമ്മളെ ദോശച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ തീ മാറ്റണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ട് നമുക്ക് നല്ല വലുതായിട്ട് നമ്മളെ ദോശമാവ് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ദോശയുടെ മേലെ കൂടെ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ദോശയുടെ 1 സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് മറിച്ചിടാം. അപ്പൊ നമ്മുടെ ദോശയെല്ലാം നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല നടുവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മടക്കിയെടുക്കാം. അപ്പൊ നമ്മളെ മസാല ദോശ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ അടിപൊളി മസാല ദോശ അവിടെ റെഡി വന്നിട്ടുണ്ട്. കാണുമ്പോ തന്നെ കൊതിയായിട്ട് പോയി. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണം വരുന്നുണ്ട്. നമ്മളെ ദോശേന്റെയും മസാലേന്റെ നല്ല മണം വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മളെ മസാല ദോശ ഉണ്ടാക്കാൻ ഇത്രയും സിമ്പിൾ ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ വെറും 10 മിനിറ്റിന്റെ ഉള്ളിലാണ് നമ്മളെ മസാല എല്ലാം തയ്യാറാക്കിയത്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. മസാല ദോശയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ലേ. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായി ഞങ്ങളെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആ തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കനും കൂടി അടിച്ചാൽ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ.